സീത, നീ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നേ? ശ്വേതയും ഗീതയൊക്കെ എവിടെ? ശ്വേത, റാം, എന്തിനാ അവരെ വെറുതെ വിളിക്കുന്നേ? ഞാൻ ഇതൊക്കെ ചെയ്ത എന്താ കുഴപ്പം? ജോലിക്കാരുണ്ടെന്ന് കരുതി എല്ലാവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണോ? അങ്ങനെയല്ല. ഓക്കെ, ശരി, നിന്റെ ജോലി നടക്കട്ടെ. റാം, ആ, സിഹിയുടെ ഹോം സ്കൂളിംഗിന്റെ കാര്യം നമ്മളൊന്നിരുന്ന് ഡിസൈഡ് ചെയ്യണം. എല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാന്ന് കരുതിയാ നടക്കില്ല. ഓൺലൈൻ കോഴ്സ് നോക്കിയിട്ടുണ്ട്. റിയലി? ദാറ്റ്സ് ഗ്രേറ്റ്. ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു നേരം അടങ്ങിയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ആലോചിച്ചോണ്ടേ ഇരിക്കും. ആലോചിച്ചല്ലേ പറ്റുള്ളൂ റാം. സിഹിനെ സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് എത്ര ടെൻഷനായെന്നറിയോ? നീ ഇപ്പൊ എന്തിനാ ടെൻഷൻ ആവുന്നേ? എന്തായാലും ഒരു ഓൺലൈൻ കോഴ്സ് നോക്കിയെന്ന് ഇപ്പൊ നീ പറഞ്ഞല്ലോ, പിന്നെന്താ? അതിൽ കൊണ്ട് ചേർത്താ പോരെ? അവള് പഠിച്ചോളും. സീത, റാം എന്താ ഈ ചെയ്യുന്നേ? അതെന്താ, എനിക്ക് ഹെൽപ്പ് ചെയ്തൂടെ? ഇതൊക്കെ ഞാൻ ചെയ്തോളാം. നിങ്ങൾ ഓഫീസിലേക്ക് ചെന്നേ. ഓഫീസിലേക്ക് എപ്പോ പോകണം എനിക്ക് നന്നായിട്ട് അറിയാം സീത. ഭാര്യയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം ഓഫീസിൽ പോയാൽ കിട്ടില്ലെന്ന കാരണവന്മാര് പറയുന്നത്. വേണമെങ്കിൽ ഞാൻ 24 hours നിന്റെ കൂടെ തന്നെ നിന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് നിന്റെ ചുറ്റിലും ഇങ്ങനെ പറന്നുകൊണ്ടേ ഇരുന്നോളാം. നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യണമെങ്കിലേ എന്റെ കൈക്കോ കാലിനോ എന്തെങ്കിലും പറ്റേണ്ടി വരും. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് സീത? ഭാര്യ ബുദ്ധിമുട്ടുമ്പോൾ ഭർത്താവ് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അത് ഭർത്താവിന്റെ കടമയാ. നീ വന്നേ, നമുക്കിത് വേഗമായി ഇടാം. ഏതു ജന്മസ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ, അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ. ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ, ഒഴുകി മെല്ലെ അലിയുവാനിൻ പ്രാണനിൽ. ഇനി മുഖം പുതുപൂവായി മനസാകയായി വിരിയുമ്പോൾ, മഴവില്ല പൂക്കുമ്പോൾ, ഹൃദയവാതിലോരമായി നീ നിന്നുവോ? പ്രണയവീണയാർദ്രമായി നീട്ടിയോ? വിഴികൾ കോർക്കുമൊരു നോട്ടം പോലും തഴുകിടും സ്നേഹമായി. പഴയൊരോർമ്മകളെ മായ്ച്ചു നമ്മൾ പുതിയ നാളെയെ തേടി, ഇരു കൈകളും കോർത്തൊരേ പാതയാ. എനിക്ക് ഹനുമാൻ ചാലിസ ചൊല്ലാനുണ്ട്. ഇനി മുതൽ ഞാൻ ഇല്ലെങ്കിലും നീ എല്ലാം മാനേജ് ചെയ്യേണ്ടി വരും. ഓക്കേ അല്ലേ? ഇപ്പൊ നീ സിഹിയാ. വീട്ടിലേക്ക് വന്നത് പ്രിയ ആന്റിയാ. അല്ലല്ല, പ്രിയ. ഓ മൈ ഗോഡ്, അശോക്, ഇവള് ശരിക്കും നമ്മുടെ സിഹിയെ പോലെ ഉണ്ടല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? പോയി സംസാരിക്കേ. ഹായ് പ്രിയ. എന്ത് സർപ്രൈസ് ആടി ഇത്? ഇങ്ങോട്ടുള്ള അഡ്രസ് ഒക്കെ നീ മറന്നുപോയായിരുന്നോ? പറ. ഹായ് പ്രിയ. ഹായ്. ഹായ് പ്രീ. സുഖാണോ? ഒന്ന് പോ പ്രീ, ഞാൻ നിങ്ങളോട് മിണ്ടില്ല.
ഇത്രയും ദിവസം നിങ്ങൾ എന്താ എന്നെ കാണാൻ വരാതിരുന്നത്? അവളുടെ ചോദ്യം നീ കേട്ടില്ലേ? ഉത്തരം പറയുന്നേ. എന്താ നീ വരാഞ്ഞേ? എന്തെങ്കിലും പറ പ്രീ. അത് എനിക്കൊരു ചെറിയ വയ്യായിക ഉണ്ടായിരുന്നു ബേബി, അതുകൊണ്ടാ. ഓ ശരിയാണല്ലോ. ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്? എല്ലാം ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്റെ കൂടെ കളിക്കാൻ വരില്ലേ? ആ ബേബി, കളിക്കാൻ നമുക്ക്. സ്റ്റോൺ പേപ്പർ സിസർ കളിച്ചാലോ? കളി കുറച്ച് കഴിഞ്ഞിട്ടാവാം. നിനക്കെന്താ സ്കൂളിൽ പോകാൻ മടിയാന്ന് പറയുന്നത് കേട്ടു. സ്കൂളിലേക്ക് പോകണ്ടേ മോളെ? ഞാൻ പോവില്ല. അങ്ങനെയൊന്നും പറയരുത്, പോവണം കുഞ്ഞേ. പോട്ടെ, സാരമില്ല പ്രിയ. ഈ കൊല്ലം എന്തായാലും കഴിയാറായില്ലേ? ഹോം സ്കൂളിംഗ് കൊടുക്കാന്ന് വിചാരിക്കാം ഞങ്ങളിപ്പോ. ഓക്കെ. നിങ്ങളെല്ലാരും ഇരിക്കെ, ഞാൻ ജ്യൂസ് കൊണ്ടുവരാം. നീ ഭക്ഷണം കഴിച്ചിട്ടില്ല, നിനക്കുള്ള ഫുഡും എടുത്തിട്ട് വരാം. ഈ സിഹി എങ്ങോട്ട് പോയി? Pulled away but straight to square leg. That's completion of the over. The bowling of the highest order. Score remains unchanged. വിശ്വ, ഒന്ന് പോയേ ഭാർഗു. DRS എടുക്കടാ, DRS എടുക്കടാ, DRS. ഭാർഗു, ഇത് ഔട്ടാണെന്ന് നോക്കി, ഔട്ടാണെന്ന് നോക്കിയേ. നോക്ക്. വിശ്വ. ഓ ആവട്ടെ ഭാർഗു, DRS എടുക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ നീ കാര്യം പറ. എന്റെ കയ്യിലൊരു ഇമ്പോർട്ടന്റ് പ്ലാൻ ഉണ്ട്. നീ അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യണം. നടക്കില്ലേ? അല്ല ഭാർഗു, നീ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു കാര്യം എന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനെന്താ മറുപടി പറയാ? നോക്ക്, ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എൻ്റെ മൂഡ് പോലെ ആയിരിക്കും അത്. ആൻഡ് എൻ്റെ മൂഡ് മാച്ചിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഇപ്പോ ഈ മാച്ചിൽ ഇന്ത്യ ജയിക്കുമോ തോൽക്കുമോ എന്നനുസരിച്ചായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നാണം തോന്നുന്നില്ലേ നിനക്ക്? ഏതെങ്കിലും ഒരു കാര്യം നേരെ ചെയ്യാനുള്ള കഴിവുണ്ടോ നിനക്ക്? വേണ്ട ഭാർഗു, നീ എന്നെ ബ്ലെയിം ചെയ്യാൻ നിൽക്കണ്ട. അല്ല, എന്നെ ആരെങ്കിലും ഉപകാരപ്പെടുമെന്ന് കരുതി കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഉപകാരപ്പെട്ടേനെ. എന്നെ ആരും കൺസിഡർ ചെയ്തിട്ടില്ലല്ലോ. ജഡ്ജ്മെന്റ് പറയാൻ എല്ലാവരും ഉഷാറാ, എല്ലാവരും എടുക്കരാ. എന്താ വിശ്വ, നിനക്കിന്ന് വലിയ ധൈര്യം വന്നിട്ടുണ്ടല്ലോ. എന്നോട് എതിർത്ത് സംസാരിക്കുന്നു. അല്ല ഭാർഗു, നിന്നെ എതിർത്തായത് സംസാരിക്കരുത്. ഇരുന്ന് ക്രിക്കറ്റ് കാണാൻ പാടില്ല. ശരിക്കും എന്താ ഭാർഗു നിന്റെ പ്രശ്നം? ബ്ലഡി നോൺസെൻസ്. നിന്റെ അടുത്താണല്ലോ ഞാൻ ഹെൽപ്പ് ചോദിക്കാൻ വന്നത്. ഞാൻ തന്നെ ചെയ്തോളാം. എന്താ ആ കുട്ടിയുടെ കള്ളം വെളിച്ചു താക്കാൻ ശ്രമിച്ചിട്ട് നിന്റെ മുഖം മൂടി സ്വയം വലിച്ചു കീറാനുള്ള പ്ലാൻ? നോക്ക് ഭാർഗു, ആ കുട്ടി ഇങ്ങോട്ട് വന്നതിന് ശേഷം നിനക്ക് ഡിസ്റ്റർബ് ആയെന്ന് കരുതി നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കരുത്, മനസ്സിലായോ? മര്യാദക്ക് ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ. ഇനി പോയില്ലെങ്കിൽ ആ TV ഞാൻ തല്ലിപ്പൊളിക്കും, അല്ലെങ്കിൽ നിന്റെ തല തല്ലിപ്പൊളിക്കും. ഗെറ്റ് ഔട്ട്. ആയിക്കോട്ടെ ഭാർഗു, മാച്ച് ഞാൻ മൊബൈലിൽ കണ്ടോളാവേ. പോയാ പോരെ. എന്താ അശോക ഇങ്ങനൊക്കെ? നമ്മൾ പറയാത്ത കാര്യങ്ങളൊക്കെ സുബി എങ്ങനെ അറിയുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല രാമ. നമ്മൾ പ്രിയയുടെ ഫോട്ടോ മാത്രമേ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇന്ന് കണ്ടില്ലേ, ഹായ് പ്രീ എന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചു. ഇതൊക്കെ ആരാ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നേ? അതെ അശോക്, അവള് ശരിക്കും നമ്മുടെ സിഹിയെ പോലെ സംസാരിക്കുന്നേ. അവള് സിഹിയല്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിപ്പം നിനക്ക് മാത്രമല്ല പ്രിയ, ഞങ്ങളും കൺഫ്യൂസ്ഡ് ആണ്. അവള് സുബിയാണോ സിഹിയാണോ എന്ന്. എന്താണെന്നോ ഒന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവള് സിഹിയെ പോലെ പെരുമാറുക. ഞങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. എടാ, നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. ഞാനെല്ലാം ചോദിച്ചോളാം. എങ്ങനെയാടാ? അതൊക്കെ എനിക്ക് വിട്ടേക്ക്. അത് അവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാനിപ്പോ വരാം.
സുബി ഗുബി എന്താ? ടാൻ ടടായ്. സുബി ഗുബി, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചാ നീ കറക്റ്റായിട്ട് ഉത്തരം തരുമോ? എന്നാ ഞാൻ അസിഹി, അതുകൊണ്ട് എനിക്ക് എല്ലാം അറിയാം എന്നൊന്നും പറയാൻ പാടില്ല. ഇത് ടോപ്പ് സീക്രട്ട്, നമുക്കിടയിൽ മാത്രമുള്ള സീക്രട്ട്. ഞാൻ ഇത് ആരോടും പറയാൻ പോണില്ല. ഓക്കെ? നീ എന്നോട് സത്യം മാത്രം പറയണം. ഓക്കെ? പറഞ്ഞോളാം. പ്രിയ വന്നില്ലേ? അവളെ കുറിച്ച് നിനക്ക് എങ്ങനെ അറിയാം? ആരാ പറഞ്ഞു തന്നെ? അങ്ങനെയൊക്കെ ചോദിച്ചാ സിഹിക്ക് എല്ലാം അറിയാം. ദേ ഇങ്ങനെ പറയരുത്. ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. എനിക്കറിയാലോ നീ സിഹി അല്ല സുബിയാണെന്ന്. ഇനി പറ, ഓടി വന്ന് പ്രീ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചില്ലേ? ഇതൊക്കെ നിനക്കാരാ പറഞ്ഞു തന്നെ? നിനക്ക് പ്രിയനെ കുറിച്ച് എങ്ങനെ അറിയാം? അവിടെ നീ ആരെയാ നോക്കുന്നേ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയേ. എന്നെ എടുത്തോണ്ട് അവിടെ നിർത്താമോ? ഇനിയെങ്കിലും പറയേ. ഇതാരാണെന്ന് പറ. സുബി. അതല്ല, ഇങ്ങനെ നിൽക്കുന്നത് ആരാണെന്ന് പറ. ദൈവമാണോ? കുട്ടികള് ദൈവമല്ലേ? ദൈവത്തിന് എല്ലാം അറിയാം. അതുപോലെയാ ഞാനും. എനിക്കും എല്ലാം അറിയാം. അങ്ങനെ അല്ല സുബി. പിന്നെ എങ്ങനെയാ? ഞാൻ കുട്ടിയല്ലേ? കുട്ടികള് ദൈവമല്ലേ? ഹാ എന്ത് ഹാ? ഹാ ആഘോഷ് അങ്കിൾ, നിങ്ങൾ സുബി ടെസ്റ്റ് ചെയ്യുവാണോ? കുറച്ചു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ തന്നെ വന്ന് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരാം. കളിച്ചോ. റാം, നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? അശോകിനോട് സുബി സത്യം പറയോ? അറിയില്ല പ്രിയ. അവള് പറയുന്നുണ്ടെങ്കിൽ അശോകനോട് മാത്രമേ പറയൂ. എന്റെ അടുത്ത് അവൾ ഒന്നും പറയാറില്ല. എന്നോട് അവള് സിങ്ക് ആയിട്ടേ ഇല്ല. ആക്ച്വലി ഈ ഒരു കാര്യത്തില് അവള് നമ്മുടെ സിഹിയെ പോലെയല്ല. നമ്മുടെ സിഹിക്ക് നിങ്ങളെ ജീവനായിരുന്നു. ഇറ്റ്സ് ഓക്കെ റാം. നിങ്ങളുടെ സുബിയുടെ റിലേഷൻഷിപ്പ് എത്രയും പെട്ടെന്ന് ഓക്കെ ആയിക്കോളൂ. ഹോപ്പ് സോ. എടാ, എന്താടാ? സുബി എന്ത് പറഞ്ഞു? ഞാനാരാ? അശോകൻ. അശോക്. ഇങ്ങനെ നിൽക്കുന്നതാരാ? ദൈവം. ആ, ദൈവത്തിനെല്ലാം അറിയാലോ. അതുപോലെ എനിക്കും എല്ലാം അറിയാം. ആ ഡാ, എന്താടാ ഈ പറയുന്നേ? അശോക്, നിങ്ങൾ എന്താ കിളി പോയ പോലെ സംസാരിക്കുന്നേ? കിളി പോയതല്ല, സുബി പറഞ്ഞതാ ഞാൻ പറഞ്ഞത്. സുബി അങ്ങനെ പറഞ്ഞോ? ആണോടാ? ഇതാ സുബി പറഞ്ഞത്. അവൾ എല്ലാ കാര്യങ്ങളും അറിയുന്നത് എങ്ങനെയാണെന്നതിനെ കുറിച്ച് അവളപ്പോ ഒന്നും തുറന്നു പറഞ്ഞില്ലേ? അശോക്, നമ്മുടെ സിഹിക്ക് ഡയറി എഴുതുന്ന ശീലം ഉണ്ടായിരുന്നു. അത് അവള് വായിച്ചതാണെങ്കിലോ? നോ പ്രിയ, ഫസ്റ്റ് ഓഫ് ഓൾ സിഹി എഴുതാറേ ഇല്ല. ഇനി അഥവാ എഴുതിയാലും സുബിക്ക് അത് വായിക്കാനേ കഴിയില്ല. കാരണം അവൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. പിന്നെ എങ്ങനെയാ അവൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നേ? ഇനി അഥവാ നമ്മുടെ സിഹി വന്ന് സുബിയോടെല്ലാം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. എപ്പം നോക്കിയാൽ അത് ഇത് ചെയ്തെന്നും പറഞ്ഞ് വന്നോളൂ. അവളെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല. വെറും ബിൽഡപ്പ്.
ഭക്ഷണം റെഡിയായി, വേഗം വാ. എടാ ആ നമ്മുടെ സുബിക്കെങ്ങാനും ദിവ്യദൃഷ്ടി ഉണ്ടോന്ന്? അല്ല, ചിലർക്ക് എങ്ങനെ ഉണ്ടല്ലോ, നടന്നു കഴിഞ്ഞതും നടക്കാൻ പോകുന്നതും ഒക്കെ അറിയാൻ പറ്റുമല്ലോ. എടാ, ഈ സൈക്കിക് എബിലിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സുബിക്ക്? അല്ലേ, ശരി ആയിക്കോട്ടെ, ഇതിനെന്തിനാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? ഭാർഗു ഇവളുടെ പുറകെ നടന്നിട്ടല്ലേ എന്റെ പുറകെ നടന്ന് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്. ഇവളെ ഞാൻ വിടില്ല, ശരിയാക്കി കാണിച്ചു കൊടുക്കാം. സീത, സീത ശ്രദ്ധിച്ച്. അയ്യോ ദൈവമേ, ഇതെന്താ സംഭവിച്ചേ? നിങ്ങൾ തള്ളിയിട്ടിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചെന്നോ? ദിസ് ഈസ് ടു മച്ച്. ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കേ. മോളെ പതുക്കെ. അയ്യോ ഓക്കെ. എനിക്കൊരു കുഴപ്പമില്ല, ആരും വെറുതെ പേടിക്കണ്ട. സീത, നിനക്ക് തല കറങ്ങിയതാണോ? എങ്ങനെയാ വീണേ? അല്ല പ്രിയ, സി വീഴാൻ പോയതാ. ഞാനപ്പോ വേഗം പിടിക്കാൻ വന്നതാ, അങ്ങനെ വീണു പോയതാ. കൈ വേദനിക്കുന്നുണ്ടോ സീത? നമുക്ക് ഹോസ്പിറ്റലിൽ പോണോ? റാം, എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ശരിക്കും ഓക്കെയാണ്. ഷോ ഹാ, സീതമ്മ, നിങ്ങൾക്ക് വേദനിച്ചല്ലേ? ശരിക്കും വേദന ഉണ്ടല്ലേ? മോളെ, എനിക്കൊരു കുഴപ്പമില്ല മോളെ. കണ്ടോ റാം, അവളിരുന്ന് കരയുന്ന കണ്ടില്ലേ? സിഹി, കരയണ്ട, സീതമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. നോക്കിയേ, സീതമ്മ ചിരിക്കുന്നുണ്ടല്ലേ? സീത, പെയിൻ റിലീഫ് കൊണ്ടുവരാം. ഹേ, വേണ്ട വേണ്ട റാം, അതിന് സീരിയസ് ആയിട്ടൊന്നും പറ്റിയിട്ടില്ല. സീത, കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്, അപ്പൊ ശരിയായിക്കോളും. ഇനി വേദന മാറുന്നില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ വിളിക്കാം. അയ്യോ അമ്മ, എന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എല്ലാരും എന്തിനാ വെറുതെ ഇത്ര ടെൻഷൻ ആവുന്നേ? സിഹിക്ക് വേണ്ടി ഞാൻ ചപ്പാത്തി റോൾ ഉണ്ടാക്കിയായിരുന്നു, അത് ഞാൻ കൊണ്ടുവരാൻ മറന്നുപോയി. എടുത്തിട്ട് വരാമേ. അമ്മേ, നീ ഇപ്പൊ അവിടെ എഴുന്നേക്കാൻ നിൽക്കണ്ട, ഞാൻ കൊണ്ടുവരാം. വേണ്ട വേണ്ട, ഞാൻ കൊണ്ടുവന്നോളാം. നീ അവിടെ ഇരിക്കെ, പറഞ്ഞ കേക്ക്, റെസ്റ്റ് എടുക്ക. ഏയ് റാം, അവിടെ ഇരിക്കേ. സീത, ഇന്ന് നീ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. എന്ത് ചെയ്യാനുണ്ടെങ്കിലും നിന്റെ ഭർത്താവിനോട് പറ. നമ്മുടെ അപ്പുവിന് പുതിയൊരു ടാസ്ക് കിട്ടിയതാ. മോളെ, എനിക്കൊന്നും പറ്റിയിട്ടില്ല മോളെ, കരയണ്ട നീ. ക്രിക്കറ്റ് അങ്കിൾ, ഇതെല്ലാം ഞാൻ കണ്ടു. എന്റെ സീതമ്മ നിങ്ങളെ തള്ളിയിടുമല്ലേ? കാണിച്ചു തരാം നിങ്ങളെ.